പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വൃത്തങ്ങൾ എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ഈ കാക്കൊല്ല പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്വാർട്ടർലി എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ എളുപ്പവഴിയിലുള്ള ഉത്തരങ്ങളും അതാണ് ഇപ്പോൾ പ്രതിപാദിക്കാൻ പോകുന്നത്. ഒരു വൃത്തത്തിലെ പി ക്യു ആർ എസ് എന്നീ ഞാണുകൾ ടി എന്ന ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. Two chords PQ and RS of a circle intersect at T. PT equal to 18, QT equal to 12, RT equal to 9. Find ST. PT 18 സെന്റിമീറ്റർ, QT 12 സെന്റിമീറ്റർ, RT 9 സെന്റിമീറ്റർ, ST കാണുക. ചോദ്യം അതൊരു സ്ഥിരം ചോദ്യം കൂടിയാണെന്ന്. ഈ രണ്ട് പീസസ് പി ടി ആർ ടി, അടുത്തത് ആർ പി ടി ഇൻറ്റു ക്യൂ ടി ഈക്വൽ ടു ആർ ടി ഇൻറ്റു എസ് ടി. ആ സ്ഥലം ഒന്ന് നോക്കി വെക്കണം. പി ടി ക്യൂ ടി, മറ്റത് ആർ ടി എസ് ടി. പി ടി ഇൻറ്റു ക്യൂ ടി സമം ആർ ടി ഇൻറ്റു എസ് ടി. ഇതാണ് എൻ്റെ ഇക്വേഷൻ. പി ടി 18, ക്യൂ ടി 12, ആർ ടി 9, എസ് ടി നമുക്കറിയില്ല. ചോദിച്ചിരിക്കുന്ന എസ് ടി ആണ്. പി ടി ഈക്വൽ ടു 18, ക്യൂ ടി ഈക്വൽ ടു 12, ആർ ടി ഈക്വൽ ടു 9, എസ് ടി വി ഡോണ്ട് നോ വാട്ട് ഈസ് എസ് ടി. എസ് ടി ഈസ് ഈക്വൽ ടു ഇൻറ്റു 9 ട്രാൻസ്ഫർ ടു ലെഫ്റ്റ് സൈഡ്, ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 9. 18 ഇൻറ്റു 12/9. അത് ചെയ്തിട്ടാൽ 24 സെന്റിമീറ്റർ അതിൻ്റെ ഉത്തരവ് കിട്ടും. 9, 18, 2, 2, 9, 18, 2 ഇൻറ്റു 12 24 സെന്റിമീറ്റർ. ഒന്നുകൂടെ ആവാം, അതേ ചോദ്യം തന്നെ ഒന്ന് ചെയ്ത് പഠിക്കാൻ. പി ടി തന്നിട്ടില്ല, ക്യൂ ടി 12, ആർ ടി 24, എസ് ടി 20, പി ടി കാണുക. അതേ നിയമം തന്നെ. പി ടി ഇൻറ്റു ക്യൂ ടി സമം ആർ ടി ഇൻറ്റു എസ് ടി. ഇതിൽ പി ടി അറിയില്ല, ക്യൂ ടി 12, ആർ ടി 24, എസ് ടി 20. You substitute the value of PT. We don't know what is PT. QT 12, RT 24, ST 20. And PT equal to ഗുണിക്കണം 12 വലത്ത് ഭാഗത്ത് എടുത്താൽ ഹരിക്കണം 12. അത് കംപ്ലീറ്റ് ആക്കിയാൽ 40 ഉത്തരവ് കിട്ടും. 40 സെന്റിമീറ്റർ. സെന്റിമീറ്റർ അളവ് അവർ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി വൃത്തങ്ങളിൽ ഇതേപോലെ വരുന്ന മറ്റൊരു ഭാഗമുണ്ട്. നല്ലത് നോക്കോളൂ. വൃത്തണ്ട്, വ്യാസണ്ട്, എന്നിട്ട് ഇങ്ങനെ ലംബം തന്നിട്ടുണ്ടാവും. ഒരു വൃത്തത്തിലെ വ്യാസമാണ് എ ബി. കേന്ദ്രത്തിൽ കൂടെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിത്രം കാണുമ്പോൾ തന്നെ വ്യാസം നമുക്ക് മനസ്സിലാവും. AB is the diameter of circle and CD is perpendicular to AB. It intersects at the point P. Given AP 2, BP 8, CP കാണുക. AP 2, BP 8, CP കാണുക. വൃത്തങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിൽ ഒരെണ്ണാണ്. അതിന്റെ നിയമം, അതിന്റെ ഇക്വേഷൻ എന്താ? സി പി സ്ക്വയർ, ഈ ലംബമായ വര, മറ്റത് എ പി ഇൻറ്റു ബി പി. ആ സ്ഥാനം തെറ്റണ്ട. എ പി ഇൻറ്റു ബി പി ഈക്വൽ ടു സി പി സ്ക്വയർ. സി പി നമുക്കറിയില്ല, എ പി 2, ബി പി ഇവിടെ നിങ്ങട് 8. ഈ ചിത്രത്തിൽ അളവ് തന്നോളന്നില്ല. ചിലപ്പോൾ എ പി 2, ബി പി 8 എന്നാവും തരേണ്ടവൻ. ഫിഗറിൽ തരണമൊന്നുമില്ല. 8 ഇൻറ്റു 2 16, സി പി സ്ക്വയർ 16 ആണെങ്കിൽ സി പി 16ന്റെ റൂട്ട് 4. ഇത് 2, ഇത് 8. 2 ഇൻറ്റു 8 ഈക്വൽ ടു സി പി സ്ക്വയർ. സി പി ഈക്വൽ ടു റൂട്ട് 16 ഈക്വൽ ടു 4. ഇനി ഇതിന്റെ തുടർച്ച അടുത്ത ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ തന്ന ചോദ്യം വന്നില്ലെങ്കിൽ പകരം വരുന്നത് സാധാരണ ഈ ചോദ്യമാണ്. ഇതിൽ ചിത്രത്തിൽ പി വൃത്തത്തിന് പുറത്തുള്ള ബിന്ദു, പി ആർ പി ടി എന്നീ വരകൾ വൃത്തത്തിനെ ക്യൂവിലും എസിലും ഖണ്ഡിക്കുന്നുണ്ട്. Then look at here. It is given PR equal to PQ equal to 10. PQ 10 തന്നിട്ടുണ്ട്, QR 8 തന്നിട്ടുണ്ട്,
പി എസ് 9 തന്നിട്ടുണ്ട്. ചോദ്യം പി ടി കാണുക, എസ് ടി കാണുക. ഇത് രണ്ടുമാണ് ചോദ്യങ്ങൾ. പി ക്യു 10, ക്യു ആർ 8, പി എസ് 9 ഇവിടുന്ന് ഇങ്ങോട്ട് അറിയില്ല. പി ടി എസ് ടിയും കാണണം ചോദ്യം. ഇനി അതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. പി ക്യു ഇൻറ്റു പി ആർ, പി ക്യു ഇവിടെ പി ആർ അറ്റം വരെ, പി എസ് ഇൻറ്റു പി ടി, ഇതാണ് അതിന്റെ ഇക്വേഷൻ. പി ക്യു ഇൻറ്റു പി ആർ സമം പി എസ് ഇൻറ്റു പി ടി. പി ക്യു 10, പി ആർ 10ഉം 8ഉം 18. ആ ചിത്രത്തിലുണ്ടത്. 10ൽ കൂടെ ഈ 8 കൂട്ടിയാലാണ് പി ആർ ആവുള്ളൂ. പി ആർ ഇവിടുന്ന് ഈ അറ്റം വരെ 10 + 8 18. പി എസ് ചിത്രത്തിൽ 9 എന്നുണ്ട്. വി ഡോണ്ട് നോ വാട്ട് ഈസ് പി ടി. പി ടി അറിയില്ല. ഗുണിക്കണം 9 ഇടത്തു ഭാഗത്ത് എഴുതിയാൽ പി ടി സമം into 9 transferred to left side, it is 10 into 18 divided by 9. Now your answer is 20. So total PT equal to 20. PT ആകെ 20. ST കാണുവാന്ന് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇത് ആകെ 20, ഈ ഒരു കഷ്ണം 9. അപ്പൊ ST 20 9 കുറച്ചാൽ 11 സെന്റിമീറ്റർ. ഇത് മാത്രം 11. പി ക്യു ഇൻറ്റു പി ആർ സമം പി എസ് ഇൻറ്റു പി ടി. അത് വെച്ചിട്ടാണ് അത് ചെയ്യുക. ഓക്കെ.